പ്രദേശവാസികളോടൊപ്പം അവരൊക്കെ ആനുകൂല്യമാണെന്ന് പറയുന്നത്. നമ്മൾ എവിടെയാണ് ആനുകൂല്യമായിട്ട് പറയുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് സ്വീകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ആദ്യം വയലിൻകര എന്നൊരു പ്രദേശത്താണ് ഈ ഒരു റെയിൽപാത വരുന്നതായിട്ട് നമ്മൾ അറിഞ്ഞിരുന്നത്. നമ്മളത് സ്വാഗതം ചെയ്തു. കാരണം അവിടെ ആർക്കും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടിയിലൂടെ തന്നെ ഈ ഒരു ഇത് വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. പുതിയ തുറമുഖം വരാൻ പോകുന്നത് ഒരു നല്ലൊരു പ്രതീക്ഷയോടെയാണ് നിങ്ങൾ കാണുന്നത്. എങ്കിൽ പോലും ഇതിനു മുമ്പ് വിഴിഞ്ഞം തുറമുഖം വന്നപ്പോൾ ഇപ്പം പറഞ്ഞതുപോലെ പല ആളുകൾക്ക്, ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് പ്രയോറിറ്റി കിട്ടിയില്ല എന്ന് പറയുന്നു. അപ്പം പുതിയൊരു തുറമുഖം കൂടെ വരുമ്പോൾ അത് ഈ രീതിയിൽ തന്നെ ആകുമെന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും സ്വീകരിക്കുന്ന രീതിയിലാണോ എടുക്കുന്നത്? ആദ്യം പറയാനുള്ളത്, വികസനത്തിന് നമ്മൾ എപ്പോഴും നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഒരു വികസനം വരുമ്പോഴാണ് ആ നാടും ആ ചുറ്റുപാടും ഒരു നല്ലൊരു വളർച്ചയിൽ എത്തുന്നത്. പക്ഷെ വികസനം വരുമ്പോൾ ആ വരുന്ന ആ ഏരിയയിൽ വരുന്ന പ്രദേശവാസികൾക്ക് അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കുന്ന ആ ഒരു സിസ്റ്റം നമ്മുടെ ഗവൺമെൻറ് അത് കൊണ്ടുവരുന്നില്ല. ഇപ്പം ഇത്രമാത്രം പ്രശ്നങ്ങളും പ്രതിസന്ധികളും മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഴിഞ്ഞം പോർട്ട് വന്ന ശേഷം ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ വളരെയധികം കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പം തന്നെ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ പോലും വളരെ ബുദ്ധിമുട്ടാണ്. ഈ തുറമുഖം വരുന്നതിന് മുമ്പ് നല്ലൊരു വികസനം മത്സ്യബന്ധനത്തിനായാലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാണ് മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇവിടെ കരമടി തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെയൊക്കെ നല്ല രീതിയിലുള്ള കരമടിയൊക്കെ വലിക്കുന്ന സമയത്ത് നിറയെ മീനുകളൊക്കെ ഇവിടെ കിട്ടുമായിരുന്നു. പിന്നെ ഈ ചെറുകിട കട്ടമരക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കും അതിനനുസരിച്ചുള്ള ഒരു നല്ലൊരു വരുമാനം കിട്ടിക്കൊണ്ടായിരുന്നു. പിന്നെ ഇവിടെ വലപ്പണിക്ക് പോകുന്നവർക്കും അതിനനുസരിച്ചുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തുറമുഖം വന്നതിന് ശേഷം വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഈ ഒരു പണിക്കൊക്കെ പോകുന്നവർ. അതിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും അർഹതപ്പെട്ട വ്യക്തികൾക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇപ്പോൾ പോലും നമ്മുടെ ഒരു മീറ്റിങ്ങിൽ അറിഞ്ഞത്, നിലവിൽ അവർ കട്ടമരത്തിൻ്റെ കാര്യം അവർ വന്ന് അന്വേഷിച്ചിട്ട് കിട്ടാത്തവർക്ക് അവർ അന്വേഷിക്കാമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് 217 കോടി രൂപയുടെ പുതിയൊരു തുറമുഖത്തിൻ്റെ ഇത് നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ അത് വരുന്നത് നമ്മൾ സന്തോഷപൂർവ്വം നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അത് വരുമ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തൊക്കെ ആവശ്യ കാര്യങ്ങളുണ്ട് എന്ന് മുൻകൂട്ടി അറിയണം. അത് അറിഞ്ഞിട്ടാൽ മാത്രമേ ഇതൊന്ന് പാസ്സാകത്തുള്ളൂ. ഇതിപ്പോൾ ഒരു പ്ലാൻ അവർ തയ്യാറാക്കുന്നു, ഇത്ര കോടി രൂപ ആകുന്നുണ്ട്, ഉടനെ തന്നെ ഈ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. പക്ഷേ ഈ പ്ലാൻ എങ്ങനെയാണ്, എന്തൊക്കെയാണ്, ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് എങ്ങനെയാണ് അത് ഉപയോഗിക്കാൻ പറ്റുക, ഇത് ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ പ്ലാൻ വന്നാൽ അവർ കുറച്ചുകൂടെ ബെറ്റർ ആകുമോ, ഒരു ലൈഫ് മാറുമോ, അല്ലെങ്കിൽ ഇത് മുഖേന മത്സ്യത്തൊഴിലാളികൾക്ക് നല്ലൊരു വികസനം ഇവിടെ ഉണ്ടാവുമോ എന്ന് പറഞ്ഞിട്ട് ആദ്യം മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലുണ്ടാകുന്ന ഒരു ആശങ്ക ഈ ഗവൺമെൻറ് അർഹതപ്പെട്ട വ്യക്തികൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന വികസനങ്ങളൊക്കെ മത്സ്യത്തൊഴിലാളികളും ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാവരും ഇരു കൈകൾ നീട്ടി തന്നെയാണ് സ്വീകരിക്കുന്നത്. പക്ഷെ ചില ആശങ്കകൾ ഇന്ന് നിന്ന് പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ തീരുമാനം ഉണ്ടാകുമ്പോൾ തന്നെ മന്ത്രിസഭയിൽ പറഞ്ഞിരുന്നത് ഇവിടുത്തെ പ്രദേശവാസികൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും പ്രശ്നങ്ങളൊക്കെ പരിഗണിക്കുന്നുണ്ട് എന്നുമാണ്. അപ്പൊ ഈ വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും അറിയാതെ പോകുന്നുണ്ട് എന്ന് പറയുന്നു. ഇത് സർക്കാരിന്റെ തെറ്റുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? സർക്കാരിന്റെ തെറ്റുകളൊന്നുമല്ല. സർക്കാർ അതിന്റെ നടപടി കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് ചെയ്തു പോകുന്നത്. ഈ സർക്കാരിന്റെ കീഴിൽ വരുന്ന ഇത് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അവർ നമ്മുടെ ഒരു ആശയവിനിമയം നടത്താൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഈ ഉദ്യോഗസ്ഥരൊക്കെ നൽകിയിട്ടുള്ളത്. പക്ഷെ നമ്മളുടെ ആവശ്യ കാര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥർക്ക് നമ്മൾ പറയുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഈ ഗവൺമെന്റ് തലത്തിൽ ഇവർ കൊണ്ട് എത്തിക്കുന്നില്ല. ഇവർ കറക്റ്റായി ഇവിടത്തുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഇവർ കറക്റ്റായിട്ട് അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മത്സ്യത്തൊഴിലാളികളുടെ എല്ലാവിധ ആവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു തുറമുഖം വരുന്നതെന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ഉള്ള നിലവിൽ ശകല തീരെ മാത്രമേ ഉള്ളൂ. ഇന്ന് ഇത്രമാത്രം വള്ളങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. ഇതിനേക്കാൾ ഇരട്ടി വള്ളങ്ങളാണ് മത്സ്യബന്ധനത്തിന് പോയിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും വള്ളങ്ങൾക്ക് എന്തെങ്കിലും പൊട്ടലോ ഡാമേജ് വരുമ്പോൾ ഈ തീരത്ത് നിന്നാണ് അവർ അതിനെ റീവർക്ക് ചെയ്യുന്നത്. അത് കംപ്ലൈൻ്റ് ഒക്കെ നിർത്തിയിട്ട് വീണ്ടും പോകുന്നത്. അപ്പോൾ ഈ തീരം വീണ്ടും നഷ്ടപ്പെടുമ്പോൾ ഇത്രയും ഈ വള്ളങ്ങളും കാര്യങ്ങളും എവിടെയാണ് സുരക്ഷിതമായിട്ട് നമ്മൾ കയറ്റി വെക്കാൻ പറ്റുക? അതൊരു ആശങ്ക ഉണ്ട്. അപ്പോൾ നിലവിലിപ്പോൾ ഒരു ഗവൺമെൻറ് പറയുകയാണ് നല്ല രീതിയിലുള്ള പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്, യാതൊരു ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ആ പ്ലാൻ പുറത്തുവിടാമല്ലോ. നമുക്കറിയാലോ, ഇത്രമാത്രം വികസനം നടക്കുന്ന സമയത്ത് ഈ ടെക്നോളജി ഇപ്പം നല്ല രീതിയിൽ ഉന്നതങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്ന വേഗത്തിൽ ഒരു 3Dയോ അല്ലെ ഏതാണ് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും നല്ലൊരു പ്ലാൻ ഇതുവരും പുറത്തു വിട്ടിട്ടില്ല. പിന്നെ എല്ലാം ക്ലിയറായി എന്ന് പറയാം. എവിടെയാണ് പ്ലാൻ നമ്മൾ കാണണ്ടേ, പ്ലാൻ നമ്മൾ അറിയണ്ടേ? അത് പ്ലാൻ ഇടുമ്പോൾ ജനങ്ങളുടെ ഇടയിലുള്ള ആശങ്കയ്ക്ക് മാറിപ്പോകും. ഇതിപ്പം വിഴിഞ്ഞം തുറമുഖം വന്നതിന് ശേഷം പ്രധാനമായിട്ട് മൂന്ന് വികസന പദ്ധതികൾ ഇവിടെ നടക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഒന്ന് കൊങ്കൺ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്, ഒന്നിപ്പോൾ പുതിയൊരു മത്സ്യബന്ധന തുറമുഖം എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ട്രാൻസ്പോർട്ടിന് വേണ്ടി റോഡ് വികസനവും സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മൂന്ന് പദ്ധതികൾ ഒരുമിച്ച് വരുമ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളെ എങ്ങനെയാണ് അത് ബാധിക്കുന്നതെന്ന് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഇന്നും ജനങ്ങൾ പേടിയിലാണ്. കാരണം നമ്മൾ ജനിച്ച് വളർന്നും
നമ്മുടെ ആയിരുന്ന ഈ ഒരു സമുദായത്തിൽ നിന്നും ഒരു വികസനം വരുമ്പോൾ അകന്നു പോകുന്ന ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കൊങ്കൺ റെയിൽവേ ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. ഈ ഏരിയയിൽ വരുമ്പോഴേ തന്നെ ഇവിടുത്തെ ഏകദേശം 20 വീടുകൾ മാത്രമേ ഒരു ബാധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയ ഒരു ചർച്ചുണ്ട്, തൊട്ട് മേളിൽ 2 സ്കൂളുണ്ട്. അതൊക്കെ ബാധിക്കും. അതിനെങ്ങനെയാണ് റൂട്ട് വരുന്നത്, ഇതിനെ ഒന്നും അവരൊന്നും പുറത്തു വിട്ടിട്ടില്ല. ഞങ്ങൾ ഇപ്പം തന്നെ ഏകദേശം 1400 സംതിങ് കോടി രൂപ ഗവൺമെൻറ് പാസ്സാക്കിയെന്ന് പറഞ്ഞു. പ്രദേശവാസികളോടൊപ്പം അവരൊക്കെ ആനുകൂല്യമാണെന്ന് പറയുന്നത്. നമ്മൾ എവിടെയാണ് ആനുകൂല്യമായിട്ട് പറയുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് സ്വീകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ആദ്യം വയലിൻകര എന്നൊരു പ്രദേശത്താണ് ഈ ഒരു റെയിൽപാത വരുന്നതായിട്ട് നമ്മൾ അറിഞ്ഞിരുന്നത്. നമ്മളത് സ്വാഗതം ചെയ്തു. കാരണം അവിടെ ആർക്കും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടിയിലൂടെ തന്നെ ഈ ഒരു ഇത് വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞത് നമ്മുടെ ഒരു ട്രാൻസ്പോർട്ടിൻ്റെ ഈ ഒരു വികസനം അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഈ ഒരു സൗകര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ള ആവശ്യ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഈ തുറമുഖവും വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ ഫിഷറീസിൻ്റെ ഇത് വരുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതും ഈ പ്രദേശവാസികളുടെ ആവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കണം ഗവൺമെൻറ്. കാരണം നമുക്ക് വേണ്ടിയാണ് ഗവൺമെൻറ്, അല്ല ഗവൺമെൻറ് വേണ്ടിയല്ല ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ആ ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് എല്ലാ ജനങ്ങളും കാണുന്നത്. ഈ വികസനത്തിന് വേണ്ടി നമ്മൾ അത്രയുമധികം ആഗ്രഹിച്ച വ്യക്തികളാണ് ആ കൂട്ടത്തിൽ ഞാൻ പോലും ഇതിന് മുന്നിൽ നിന്ന വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ ഈ വികസനത്തോടൊപ്പം നമ്മൾ കാണുന്നത് വെറും വിഷമങ്ങൾ മാത്രമാണ് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾക്ക് ഈ ഒരു തുറമുഖം വരുമ്പോഴും തുറമുഖത്തോട് ചുറ്റുപാടുള്ള വികസനം വരുമ്പോൾ വലിയ സിംഗപ്പൂരാവും മലേഷ്യ ആവും എന്നൊരു രീതിയിലായിരുന്നു പണ്ട് കാലത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെയും ആ ചുറ്റുപാടുള്ള ആൾക്കാരുടെയും ഒരു മെസ്സേജ് അപ്രകാരമായിരുന്നു. പക്ഷെ ഇന്ന് ചുറ്റുപാടുള്ള പ്രദേശവാസികൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ വലുതാണ്. കാരണം നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യ കാര്യങ്ങളും ഗവൺമെൻറ് അടുത്ത് ഉന്നയിക്കുന്ന സമയത്ത് അവരത് സ്വീകരിക്കുന്നില്ല. അത് വളരെ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ ഇവിടെ തന്നെ ഈ പ്രോജക്റ്റ് ഉൾപ്പെടെ തന്നെ 1500 സംതിങ് പേരുടെ വീടില്ലാത്തവർ ലിസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗവൺമെൻറ് ഇത് ഏകദേശം 8 വർഷമായിട്ടും ഇതിന് നല്ലൊരു തീരുമാനം വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്കാണ് 542 വീട് അവർ നിലവിൽ നൽകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഇപ്പം തന്നെ ഈ തുറമുഖം വന്നതിന് ശേഷം തന്നെ ഇവിടുത്തെ 1 സെൻറ്റ് സ്ഥലത്തിന് തന്നെ 8 ലക്ഷം 9 ലക്ഷം 10 ലക്ഷം രൂപ അടുപ്പിച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ ലൈഫ് മിഷനിൽ വെറും 10 ലക്ഷം രൂപ ഈ വീടില്ലാത്തവർക്ക് അനുവദിച്ചു കഴിഞ്ഞാൽ ഈ 10 ലക്ഷം രൂപ കൊണ്ട് ഇന്നിരിക്കുന്ന കാലയളവിൽ എവിടെയാണ് ഒരു വീട് വെക്കാൻ പറ്റുക? അപ്പോൾ ഗവൺമെൻറ് അത് ചിന്തിക്കണ്ടേ? കാരണം ഈ ഒരു തുറമുഖവും ഇത്രമാത്രം വികസനം വരുമ്പോൾ ആ ഏരിയയിലെ വസ്തുവിനൊക്കെ നല്ല വില കൂടുന്നുണ്ട്. ഈ 10 ലക്ഷം രൂപ തന്നിൽ ഏത് വീടാണ് നമുക്ക് ഇവിടെ കിട്ടാൻ പറ്റുക? അല്ലെങ്കിൽ ഈ പ്രദേശവാസികളുടെ ഏത് ബുദ്ധിമുട്ടാണ്? കാരണം ഇവിടേക്ക് ജോലി ചെയ്യുന്നത് വലിയ ജോലിക്ക് പോകുന്ന വ്യക്തികളല്ല. ഈ വീട്ടു ജോലിക്ക് പോകുന്നവരുണ്ട്, മത്സ്യബന്ധനത്തിന് പോകുന്നുണ്ട്. ഇങ്ങനത്തെ ആ ചുറ്റുപാടുള്ള ആൾക്കാരാണ് കൂടുതലുള്ളവർ. അപ്പോൾ അവരുടെ കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കണ്ടേ? അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു 5-6 ഏക്കർ ഏറ്റെടുത്തിട്ട് അതിൽ 10 ലക്ഷം രൂപയുടെ ഓരോരോ ഭവനങ്ങൾ കെട്ടിക്കൊടുത്ത വിഷയം തീരും. ഇത് 10 ലക്ഷം രൂപ തന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഭവനം നൽകുന്നു ഇങ്ങനെ പറഞ്ഞാൽ ഏതൊരു ന്യായമാണത്?